ുള്ള തൻ്റെ ഇണക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അത് പുരുഷന്റെ അഥവാ ഭർത്താവിന്റെ ബാധ്യതയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ചെലവിന് നടത്തേണ്ടുന്ന യാതൊരു മേഖലയും വാസ്തവത്തിൽ അവൾക്ക് ബാധ്യതയായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇസ്ലാം ആ നിലക്കുള്ള പ്രത്യേകമായ ബാധ്യത ഒരു പുരുഷനെ ഏൽപ്പിച്ചപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കുള്ള ബാധ്യതയാണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കലും, തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾ എന്താണെങ്കിൽ അത് നിർവഹിക്കലും, അതുപോലെ തന്നെ തൻ്റെ സന്താനങ്ങളെ പരിപാലിച്ചു വളർത്തിക്കൊണ്ടുവരലും, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അതൊരു സ്ത്രീയുടെ ഡ്യൂട്ടിയാണ്. ഈ രണ്ട് വിഭാഗത്തെയും സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് ആ പുരുഷൻ്റെതായ ബാധ്യത ഒരു സ്ത്രീയോട് നിർബന്ധിക്കാൻ പാടില്ലാത്തതുപോലെ ഒരു പുരുഷനും പറയാൻ പാടില്ല, നീ കുടുംബത്തിൻ്റെ ചെലവ് നോക്കാനും ഈ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ ഒഴിവാക്കുവാനുമൊക്കെ നീയും ജോലിക്ക് പോയേ പറ്റൂ എന്ന് ഒരു സ്ത്രീയോടും ഒരു ഭാര്യയോടും ഒരു ഭർത്താവിന് നിർബന്ധിക്കാൻ അവകാശമില്ല. ഇസ്ലാമിക ശറഅ് അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ അവൾക്കുള്ള ഡ്യൂട്ടി ഭർത്താവിൻ്റെ മേൽ വെച്ച് കെട്ടാനും അവൾക്കും ബാധ്യതകൾ. ഭക്ഷണം പാകം ചെയ്തിട്ടില്ല, വീട്ടിന് അടുക്കും ചിട്ടയുമില്ല, അതൊക്കെ നിങ്ങളെ കൂടി ഡ്യൂട്ടിയാണ് എന്ന് നിർബന്ധിച്ച് ഇങ്ങോട്ട് ആ ബാധ്യത വെച്ച് കെട്ടാൻ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും അനുവാദമില്ല. രണ്ടു കൂട്ടരും അവരവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതില്ലാതെയാകുമ്പോഴാണ് പ്രശ്നങ്ങൾ കുടുംബജീവിതങ്ങളിൽ സ്വാഭാവികമായും വന്നു ചേരുന്നത്. ഇതില്ലാതെയാകുമ്പോൾ പുരുഷൻ ഇരട്ട ബാധ്യത അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ദുരന്തമാണ് വരുന്നത്. ഉപജീവനത്തിന് വേണ്ട കാര്യങ്ങൾ കണ്ടെത്താനും ഭർത്താവ് തന്നെ വേണം, ഭാര്യയ്ക്ക് സേവനങ്ങൾ ചെയ്യാനും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനും മറ്റു കാര്യങ്ങളും വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ ഭർത്താവ് തന്നെ നോക്കണം എന്ന് വന്നാൽ അവൻ്റെ മേൽ ഇരട്ട ബാധ്യതകളാണ് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അതൊരിക്കലും നീതിയോടുകൂടി നിയമങ്ങൾ ആവിഷ്കരിച്ച റഹ്മാനായ റബ്ബിൻ്റെ ശറഇന്റെ നിയമങ്ങളിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഓരോരുത്തരോടും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽ വളരെ കൃത്യമായി അവരവരുടെ ഡ്യൂട്ടികൾ അവർ നിർവഹിക്കുന്നത് അവർക്കത് പുണ്യമാണ് എന്ന നിലക്ക് തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ വീട്ടിലുള്ള ജോലികളെടുത്ത് കൈകൾ തഴമ്പിച്ച് പ്രയാസപ്പെട്ട് സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭവനത്തിലേക്ക് കയറി വന്ന ഒരു സംഭവം നമ്മളൊക്കെ ധാരാളം സന്ദർഭങ്ങളിൽ കേട്ടവരാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനാണല്ലോ ഫാത്തിമ ബിവിയെ കല്യാണം കഴിച്ചു കൊടുത്തത്. ആ ദമ്പതികളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പലപ്പോഴും സാമ്പത്തികമായ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വീട്ടിലുള്ള ഭാരിച്ച ജോലികൾ, മാവ് കുഴച്ച് കല്ല് തിരിച്ചു കൊടും, അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്തുമൊക്കെ കൈകളിൽ തഴമ്പ് കാണിച്ച് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് കയറി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരത്ത് വീട്ടിലില്ല, പ്രവാചകൻ പുറത്തായിരുന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് അവിടെയുള്ളത്. അവരോട് കാര്യം പറയാണ് മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? കൈകളിലൊക്കെ തഴമ്പ് വന്നിട്ടുണ്ട്, വീട്ടിലുള്ള ഭാരിച്ച ജോലികൾ ചെയ്തിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വേലക്കാരനെ തരാനാണ്, ഒരു ഭൃത്യനെ നിശ്ചയിച്ച് തരണം എന്ന്. ബാപ്പയുടെ കയ്യിൽ ഭൃത്യന്മാരുണ്ടെങ്കിൽ ഒരു ഭൃത്യനെ വീട്ടിലേക്ക് നിശ്ചയിച്ചു തരണം, ഒരു സേവകനെ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രവാചക ഭവനത്തിലേക്ക് കയറി ചെന്നിട്ടുള്ളത്. വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ധരിപ്പിച്ചു. അവർ മടങ്ങിപ്പോന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോഴാണ് വിവരം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുക്കുന്നത്. മോള് വന്നിരുന്നു, മോളുടെ ആവശ്യം ഇന്നതാണ്, അവൾക്ക് വീട്ടിൽ ഭാരിച്ച ജോലികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഒരു സേവകനെ, ഒരു ഖാദിമിനെ നിശ്ചയിച്ചു കൊടുക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധരിപ്പിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? പിന്നീടുള്ള വിഷയം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് നമുക്ക് ഉദ്ധരിച്ച് പറഞ്ഞു തരുന്നത്. ഞങ്ങൾ വീട്ടിൽ ഞാനും ഫാത്തിമയും രാത്രിയിൽ കിടന്നിരിക്കുന്നു. ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നിരിക്കുകയാണ്. ആ സമയത്തുണ്ട് വാതിൽ മുട്ടുന്നു.
തുറന്നു നോക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇങ്ങോട്ട് തെരഞ്ഞു വന്നിരിക്കുകയാണ്. മോള് വന്നപ്പോൾ കണ്ടില്ലല്ലോ, തെരഞ്ഞു വന്നിരിക്കുകയാണ് രാത്രിയിൽ. ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അള്ളാഹിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഞാനും മോളും, ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഭാര്യയും എഴുന്നേൽക്കാൻ വേണ്ടി ഭാവിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, നിങ്ങൾ അവിടെ തന്നെ കിടന്നോളൂ. എഴുന്നേൽക്കാൻ അനുവദിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തോടെ ഞങ്ങളുടെ രണ്ടാളുടെയും ഇടയിൽ ഇങ്ങനെ വന്നിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു രംഗം പറയുന്നുണ്ട്, പ്രവാചക കാലിന്റെ തണുപ്പ് എൻ്റെ വയറിൽ ഇങ്ങനെ തട്ടി. എനിക്ക് അത്രയും ഞങ്ങളോട് അടുത്തിരുന്നു. ഞങ്ങളുടെ രണ്ടാളുടെയും നടുക്ക് വന്നിട്ട്, മോളുടെയും മരുമകന്റെയും നടുക്ക് വന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന്, എന്നിട്ട് മഹദിയായ ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, അലാ ഉഖ്ബിറുകി മാ ഹുവ ഖൈറുൻ ലകി മിൻഹു, മോളെ നീ വന്ന് ചോദിച്ച ആ കാര്യം അതിനേക്കാൾ ഉത്തമമായ ഒന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നീ വേലക്കാരനല്ലേ ആവശ്യപ്പെട്ടത്? ജോലിയെടുത്ത് പ്രയാസം സഹിക്കുന്നു എന്നല്ലേ നിന്റെ പരാതി? അതേ, നിനക്ക് ഒരു വേലക്കാരനെ കിട്ടുന്നതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? തുസബ്ബിഹീനല്ലാഹ ഇൻദ മനാമികി 33 വതഹ്മദീനല്ലാഹ 33 വതുകബ്ബിരീനല്ലാഹ 34. ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇരുവർക്കും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് 33 വട്ടം നിങ്ങൾ ചൊല്ലണം. അൽഹംദുലില്ലാഹ് എന്ന 33 തവണ പറയണം. അല്ലാഹു അക്ബർ എന്ന 34 തവണയും പറയണം. അതൊരു ഖാദിമിനെ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, എന്തിനാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ സൂചിപ്പിച്ചത്? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയിട്ട് വീട്ടിൽ ജോലിയെടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ട സേവനങ്ങൾ ചെയ്തിട്ട്, വീട്ടിൽ ആവശ്യമായ നിലക്കുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്തിട്ടും, അവിടെ വീട്ടിലേതായ കാര്യങ്ങളൊക്കെ പണിയെടുത്തിട്ടും കൈകളിൽ തഴമ്പ് വന്ന് പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞില്ല, മോളെ ഇതൊന്നും നിന്റെ ഡ്യൂട്ടിയല്ലല്ലോ, അലിയില്ലേ ഇവിടെ, അലിക്കും നിനക്കുമൊക്കെ തുല്യാവകാശമാണ്, നിനക്ക് അലിയെ വിളിച്ചുകൂടെ എന്ന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അലി, നീ കണ്ടില്ലേ എൻ്റെ മോളെ കൈ കണ്ടില്ലേ, എന്തേ ഇത്ര പ്രയാസപ്പെടുത്തുന്നത്? ഇത് നിന്റെ കൂടെ ഡ്യൂട്ടിയല്ലേ, വീട്ടിലെ വേല ചെയ്തുകൊണ്ട് മോളെ ഇങ്ങനെ വിഷമിപ്പിക്കാവോ? അത് നിന്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ആ കാര്യത്തിന്റെ ബാധ്യതയൊട്ട് സൂചിപ്പിച്ചതുമില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയേണ്ട സമയത്ത് പറയാതിരിക്കൂല. ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു വിഷയം പഠിപ്പിക്കേണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പിന്നേക്ക് നീട്ടിവെക്കുന്ന പതിവില്ല, അപ്പ പറഞ്ഞു കൊടുക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഭർത്താവിന് സേവനം ചെയ്ത് ഒരു ഭാര്യ വീട്ടിലുള്ള ജോലികൾ ചെയ്യുന്നത് അത് അവൾക്കൊരു ബാധ്യതയല്ല, ഭർത്താവിനും ഭാര്യക്കൊക്കെ ഉള്ള ബാധ്യതയാണെങ്കിൽ അള്ളാഹിന്റെ റസൂൽ അത് മോളോട് പറയും, നീ എന്തിനു വിഷമിക്കുന്ന അലി, നിങ്ങൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് കൊണ്ട് കാര്യങ്ങൾ ചെയ്യിൻ എന്ന് പറഞ്ഞില്ല, അലിയുടെ ബാധ്യതയായി പഠിപ്പിച്ചില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക ചെയ്തത്. മോളഞ്ഞ് വേലൊന്നും ചെയ്യണ്ടെന്നല്ല, വേലൊക്കെ നീ ചെയ്യണം, നീ ചെയ്തോ, അതൊന്നും പ്രശ്നമല്ല, പക്ഷേ നിനക്കതിന് താക്കത്ത് കിട്ടാൻ ദിക്റുണ്ട് എന്നാ പറഞ്ഞത്. അത് നമ്മുടെ സഹോദരിമാര് മനസ്സിലാക്കണം. ഇസ്ലാമിലെ ദിക്റുകൾക്ക് റൂഹിയായ നിലക്കുള്ള, ആത്മീയമായ നിലക്കുള്ള ശക്തിക്ക് പുറമെ ശാരീരികമായി കൂടി ശക്തിയാണ് ദിക്റുകൾ എന്ന് ഇതിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ദിക്റുകൾക്ക് നമുക്ക് ശാരീരികമായ പവറും കൂടെ നൽകാൻ കഴിയുന്നു. അതല്ലേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ ചുരുക്കം. അതല്ലെങ്കിൽ ഇതൊരു പരിഹാസമാവില്ലേ? അതല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂൽ വന്നിട്ട് പറയാ, വേലക്കാരനെ ചോദിച്ചിരുന്നേക്കാണ് നല്ല, നിനക്ക് ഞാൻ ദിക്ർ പഠിപ്പിച്ചറിഞ്ഞു, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, അല്ലാഹു അക്ബർ ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം ആ മകള് വളർന്നു, ആ മരുമകൻ വളർന്നു.
കാരണം അലി റളിയല്ലാഹു തആല അൻഹു എന്ന പുതിയാപ്പളയാണ് കേൾക്കുന്നത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന തൻ്റെ മോളാ കേൾക്കുന്നത്. ആ മരുമകനും മകളും ഉപദേശം കേൾക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ്. മൂന്നാളും നല്ലവരാണ്, അതുകൊണ്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായില്ല. ഇന്നാണ് സ്ഥിതിയെങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നാണ് സ്ഥിതിയെങ്കിൽ എന്ത് സംഭവിക്കും? ആലോചിച്ചു നോക്കൂ. ഒരു മകളും മരുമകനും കൂടി അമ്മോശാക്കാനോട് അല്ലെങ്കിൽ കല്യാണം കഴിച്ച വീട്ടിൽ പോയിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ പരിഹസിക്കണോന്നാ ചോദിക്കുക. അതൊട്ട് കൊടുത്തതുമില്ല, എന്നിട്ട് വന്നിട്ട് പറയാം മോളെ അതിനേക്കാണൊക്കെ നല്ലത് നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് ചെല്ലലാണ്, അൽഹംദുലില്ലാഹ് ചെല്ലലാണ്, അല്ലാഹു അക്ബർ ചെല്ലലാ എന്ന് പറഞ്ഞാൽ പുതിയാപ്പള വേഗം പറയുന്ന ബാപ്പൻ്റെ കൂടെ വേഗം മോളെ കൊണ്ടുപോയിക്കോ. ഇവിടെ ആലോചിച്ച് നോക്കണം, അവരൊക്കെ അവരുടെ മാനസികമായ അവസ്ഥ നോക്കണം. നമുക്കിന്ന് ദിക്റുകളോട് വാസ്തവത്തിൽ അലർജിയാണ്. ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ട സ്ഥലത്തത് ചൊല്ലുന്നതിൽ എത്രത്തോളം സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിയണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ദിക്ർ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ട ശേഷം പിന്നീട് ഞാൻ അതൊരിക്കലും ഒരു രാത്രി പോലും ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. അലി റളിയല്ലാഹു തആല അൻഹു സംഭവം വിവരിക്കുന്നുണ്ട്. ആ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയുമുണ്ടായി, അല്ലയോ അലി, നിങ്ങൾക്ക് ഏറ്റവും തിരക്ക് പിടിച്ച ഒരു രാത്രിയായിരുന്നുവല്ലോ, പിറ്റേന്ന് സിഫീൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രണ്ടു വിഭാഗം ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടി യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അങ്ങേക്ക് ആ രാത്രി ഏതായാലും വല്ലാത്ത തിരക്കും ടെൻഷനുമുള്ള രാത്രിയാകുമല്ലോ, ആ രാത്രിയിൽ താങ്കൾ അത് നിർവഹിച്ചിട്ടുണ്ടോ? അന്നേതായാലും നിങ്ങളത് നിർവഹിച്ചിട്ടുണ്ടാവില്ല, കാരണം അത്ര അന്ന് ടെൻഷനും തിരക്കുമായിരുന്നല്ലോ താങ്കൾക്ക്. ആ സമയത്ത് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞാൽ എന്താ അറിയോ, അന്ന് എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് അന്ന് ഞാൻ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞത്, വലാ ലൈലത സിഫീൻ, സിഫീനിന്റെ രാത്രിയിൽ പോലും ഞാൻ അത് ഉപേക്ഷ വരുത്തിയിട്ടില്ല. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോ അത് നെഞ്ചേറ്റുകയാണ് ആ പുതിയാപ്പിള, അത് നെഞ്ചേറ്റുകയാണ് ആ മകൾ. അവരതിൽ ഉറച്ചു വിശ്വസിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിന്നെ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ഖാദിമിനെ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതിൽ അവർ ഉറച്ചു വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, വീട്ടുവേല ചെയ്ത് തളർന്ന് പ്രയാസപ്പെടുന്ന ഭാര്യമാരെ, ഉമ്മമാരെ, ഈ ദിക്റിൽ ശാരീരികമായി അതുകൂടി തരണം ചെയ്യുവാനുള്ള കരുത്തുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലോകത്തിന്റെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രയാസങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ അലി ഇതിന്റെ ബാധ്യത നിനക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്നതിനാണ് ഞാൻ ആ സംഭവം ഇവിടെ ഉദ്ധരിച്ചത്. ഇനി അതുപോലെ തന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ച സുബൈർ റളിയല്ലാഹു അൻഹു, ആ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ധാരാളക്കണക്കിന് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലും ആ വീട്ടിൻ്റെതായ മറ്റു കാര്യങ്ങളിലുമൊക്കെ ഏറെ ശ്രദ്ധിച്ചുകൊണ്ട് പ്രയാസങ്ങൾ സഹിച്ചവരായിരുന്നു അസ്മാ റളിയല്ലാഹു തആല അൻഹ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുഭവത്തിലുള്ളതാണ്. അവർ പ്രയാസം സഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് കണ്ടതുപോലുമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട്, അസ്മാ, ഇത് നിന്റെ ബാധ്യതയല്ല, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടതില്ല എന്നൊരിക്കലും പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭർതൃ വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കലും ആ കാര്യങ്ങളിൽ തൻ്റെതായ ദൗത്യം നിർവഹിക്കലും ഒരു ഭാര്യക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം കിട്ടുന്ന പ്രവൃത്തി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ മനസ്സന്തോഷത്തോടെ, മനസ്സംതൃപ്തിയോടെ, സമാധാനത്തോടെയാണ് അവരത് നിർവഹിക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ഇതൊക്കെ ഇപ്പോൾ ബാധ്യതയുടെ കാര്യമാണ്. ബാധ്യത അവർക്കാണെന്ന് വെച്ച് ഭാര്യക്കാണ് ഇതിൻ്റെ ഒക്കെ ബാധ്യത എന്ന് പറഞ്ഞ് ഇങ്ങനെ വാട്ടർ ടൈറ്റ് ആക്കുന്ന രൂപത്തിലായി തീരും. തുള്ളി വെള്ളം അങ്ങോട്ടും കിടക്കൂല എന്നുള്ളതിലേക്കാണ് അതിർത്തി ഇങ്ങനെ നിർണ്ണയിച്ച് ഭർത്താവ്, ഞാൻ ഒരു ഭർത്താവ് തന്നെയാണ്, എനിക്കിവിടെ ഞാൻ അടുക്കളയിൽ കയറിക്കൂടാ, ഞാനൊന്നും സഹായിക്കൂല, ഞാനിവിടെ ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ വീട് മുഴുവൻ നീ തന്നെ എന്നിങ്ങനെ അവളെ അടിച്ചേൽപ്പിച്ച് പ്രയാസപ്പെടുത്താനൊന്നും ഒരു ഭർത്താവിനും അവകാശമില്ല.
അത് നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കുന്നത് തനിക്ക് പുണ്യമാണെന്ന് മനസ്സിലാക്കണം. തന്നെ കൊണ്ട് എന്താണോ കഴിയുക അത് സഹായിക്കുക. അതിൽ യാതൊരു അപമാനഭാരവും തൻ്റെ മനസ്സിൽ തോന്നാനേ പാടില്ല. ഞാനൊരു ഭർത്താവിൻ്റെതായ റോളിൽ നിന്ന് താഴേക്കിറങ്ങലാകുമോ? തൻ്റെതായ സ്ഥാനത്തിനത് കോട്ടം സംഭവിച്ചേക്കുമോ? അതൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം ലോകം കണ്ട മഹാനായ തിരക്ക് പിടിച്ച നേതാവായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി തഅനി ഖിദ്മത അഹ്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുംബത്തിൻ്റെ ജോലികളിൽ അവരോടൊപ്പം ഏർപ്പെടാറുണ്ടായിരുന്നു.